ഗൈസ് ദീപണ്ണൻ പുറത്ത് എന്തോ ചെയ്തോണ്ടിരിക്കാണ്. ദീപണ്ണ എന്ത് ചെയ്യുക? ഞാനേ അച്ഛനൊരു ഫോൺ വാങ്ങാനുള്ള പരിപാടിയിലാണ്. അച്ഛന്റെ ഫോൺ ഫുള്ള് പഴയ ഫോണാണ്, പഴയ റെഡ്മിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം പോയി. അപ്പോ ഞാൻ അച്ഛനൊരു ഫോൺ വാങ്ങാനുള്ള തീരുമാനത്തിലെത്തി. അപ്പോ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു 10,000 രൂപ, 10,000-നകത്ത് വരുന്ന ഒരു ഫോൺ വാങ്ങണം. എന്നാൽ 5G ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ നോക്കി വരുമ്പോ ഒരു പോക്കോ എന്ന് പറഞ്ഞിട്ട് M7 5G എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ട്. നല്ല മോഡലാണ്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്നുണ്ട്. ഞാൻ അതിന്റെ കളർ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതില് ഫിംഗർ പ്രിന്റും എല്ലാ സെറ്റപ്പും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ ഞാൻ കളർ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതില് മിന്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കളർ ഉണ്ട്. എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടൊരു കളർ ഇതാണ്. ഓക്കെ ആയിരിക്കും തോന്നുന്നു, ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും. പിന്നെ ഓസിയൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളർ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു മാറ്റ് ബ്ലാക്ക് ആണ് വരിക. ഓക്കെ. എനിക്ക് കുറച്ചും കൂടി ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ മിന്റ് ഗ്രീൻ ആണ്. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? വാങ്ങാം അല്ലേ? നമ്മൾ ഒരാഴ്ച മുന്നേ ഓർഡർ ചെയ്ത നമ്മുടെ ഫോൺ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടേ? നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? നമ്മുടെ ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ നല്ല പശയാന്ന് തോന്നുന്നല്ലേ? അതെ, ഇതിനകത്തുണ്ട് നമ്മുടെ സാധനം. ഓക്കെ, ഇത് കട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നല്ലേ അല്ലേ? ഓക്കെ. ഗൈസ്, പെട്ട് ഗൈസ്. നമുക്കിത് വന്നിട്ട് 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസം അച്ഛനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനും ഫോൺ ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. സിമ്മും കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിന്റ് ഗ്രീൻ കളറിലെ നമ്മുടെ പോക്കോ M7 5G ആണ് ഫോൺ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ ബോക്സിനകത്ത് വന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഒന്ന് നമ്മുടെ ഈ ഫോണാണ്. പിന്നെ ഉള്ളത് ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാർജർ വരുന്നുണ്ട്. സി പോർട്ട് കേബിളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടൈപ്പ് സിയുടെ ഒരു കേബിളാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ അഡാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ 33 വാട്ട്സിൻ്റെ ചാർജറാണ്. പക്ഷെ ഫോണിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെയുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ഫോണുകളും വാട്ട്സ് കൂടിയ ഫോണുകൾ നമുക്ക് ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഈ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിതിൽ വരുന്ന ഫീച്ചേഴ്സ്, അതൊന്ന് നമ്മുടെ ഡിസ്പ്ലേ 6.88 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. പിന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 5G പ്രോസസ്സർ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് 50 MB ഒരു സോണി ക്യാമറയാണ് വരുന്നത്. 50 MB ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ എനിക്ക് തോന്നുന്നു വെറുത്തായിട്ടുള്ള ഒരു ക്യാമറ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി അസാധ്യ ബാറ്ററിയാണ്. ഇത് നമുക്ക് ബാക്കപ്പ് വരുന്നത് മൊത്തം 5160 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 33 വാട്ട്സ് ചാർജർ ആണെങ്കിലും 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ആവുന്നത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇന്ന് രാവിലെ ചാർജ് ചെയ്തതാണ്, പിന്നീട് ചാർജ് ചെയ്തിട്ടില്ല. അച്ഛൻ ഇനി ചെയ്തോന്ന് എനിക്കറിയില്ല. അത്യാവശ്യം എന്തായാലും ചാർജ് നിൽക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത് ഷോമിയുടെ ഹൈപ്പർ OS ആണ്. ഞാൻ ഫോണൊന്നും വ്ലോഗ് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഫോണിനെ പറ്റി അങ്ങനെ ആധികാരികമായി അറിയുന്ന ഒരാളല്ല.
ഇത് ഷവോമി ഹൈപ്പർ OS എന്താന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ ബോക്സ് ഒക്കെ നോക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരിക. ഇതിൽ നമ്മുടെ ഇതാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ബട്ടൺ വരുന്നത്. ഓക്കെ, അത്യാവശ്യം ഓക്കെയാണ്. ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോഴാണ് ലോക്ക് ഓപ്പൺ ആവുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവോയുടെ Y51 എന്ന ഫോണാണ്. അത് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോണാണ്. അതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ വയ്ക്കുമ്പോൾ തന്നെ ഓപ്പണായി കിട്ടും. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ്, അതിനുശേഷം ഫിംഗർ വയ്ക്കുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഈ ഒരു എമൗണ്ട് ആലോചിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരില്ല. പിന്നെ നമുക്കിതിൽ വരുന്നത് IP52 ആണ്. അപ്പോൾ ഈ IP52 എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ, ചെറിയ വെള്ളത്തുള്ളികളൊക്കെ വീണാലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതി വെള്ളത്തിൽ മുക്കി വയ്ക്കാനോ അല്ലെങ്കിൽ മഴയത്ത് നനയ്ക്കാനോ ഒന്നും പാടില്ല. ജസ്റ്റ് 1-2 ഡ്രോപ്പൊക്കെ വീണാലും അതിലൊന്നും സംഭവിക്കില്ല. അതാണ് IP52 എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അതിലെന്തെങ്കിലും ഇതുണ്ടോയെന്ന്, വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 5G കണക്ടിവിറ്റി. 5G നല്ല സ്പീഡായിട്ട് നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട് ഫോൺ. 5G നെറ്റ്വർക്കൊക്കെ നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന റേറ്റ് വരുമ്പോഴത്തേക്കും 12,999. ഓക്കെ, 12,999 ആണ് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ഇതിൻ്റെ ബില്ല് എമൗണ്ട് അല്ലെങ്കിൽ വില. പക്ഷെ നമുക്കിത് ഓൺലൈനിൽ വാങ്ങുമ്പോഴേക്കും ഇതിൻ്റെ വേരിയൻറ്റ് 2 ടൈപ്പാണ് വരിക. 6GB 128 വരുന്നുണ്ട്, 8GB 128 വരുന്നുണ്ട്. 6GB 128 വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10,000 അകത്ത് മാത്രമാണ് പ്രൈസ് റേറ്റ് വരിക. ഓക്കെ, അത് 8GB 128 ആകുമ്പോഴത്തേക്കും ഒരു 10 രൂപയ്ക്ക് പുറത്ത്, 10,000 മുകളിലേക്ക് വില പോകാൻ ചാൻസ് ഉണ്ട്. ബോക്സിൽ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫോൺ, ഈ ഒരു എമൗണ്ടിൽ നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഫോൺ തരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബാക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ലുക്കാണ് നമുക്ക് വരിക. നമ്മുടെ വിവോയുടെ തന്നെ ഒരു X200 എന്ന് പറഞ്ഞിട്ടൊരു ഫോണാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ഒരു, അത് സെയിം ആണെന്നല്ല, ഏകദേശമൊക്കെ ഒരു ക്യാമറ നോക്കിയാലോ ആ ഒരു റൗണ്ട് ടൈപ്പ് ഇതിലാണ് ആ ഒരു ക്യാമറ വരുന്നത്. അതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ 4 ക്യാമറ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇതിൽ വരുന്നത് 2 ക്യാമറയാണ്, ഒരു ഫ്ലാഷും പിന്നെ എന്തോ ഒരു സെൻസറിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഏറ്റവും അടിയിലായി കാണുന്നത് സെൻസറാണെന്നാണ് എൻ്റെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് അതിനെ കാര്യമായിട്ട് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഫോണിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അസാധ്യ ലുക്ക് തന്നെയാണ്. നമുക്ക് ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ കളർ വന്നിട്ട് മിൻറ്റ് ഗ്രീൻ കളറാണ് വരിക. 2 ടോണിലാണ്, ഡബിൾ ടോൺ ഇതിലാണ് കളർ വരിക. ഇതൊരു താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റ് ഫിനിഷ് കളർ, മുകളിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോസി ടൈപ്പാണ് വരിക, നല്ല ഗ്ലാസ് ടൈപ്പ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഇതിൽ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ IMEI നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു ഇത് ഉണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട്, ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ഒരു സിം സ്ലോട്ട് വരുന്നുണ്ട്. അതിൽ വരുന്നത് 2 മൈക്രോ സിമ്മും പിന്നെ ഒരു SD കാർഡും ഇടാനുള്ള ഒരു ചെറിയ സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് മൈക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ C കേബിൾ കണക്ട് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്പീക്കറാണ്. ഓക്കെ, സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഇത് വോളിയം ബട്ടണാണ്. ഈ പവർ ബട്ടണിൽ തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറും വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് നേരെ നമ്മുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മുടെ ഹെഡ്സെറ്റൊക്കെ കുത്താനുള്ള ചെറിയൊരു ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓക്സ് കേബിളും ഒക്കെ ചെയ്യാൻ കുത്താനുള്ള അത്
ഇൻസെർട്ട് ചെയ്യാനായിട്ടൊരു ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നത്, ഇവിടെ ഫ്രണ്ടിൽ ക്യാമറ വരുന്നത് നമ്മുടെ റെയിൻ ഡ്രോപ്പ് ഇതിലുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. 8 MB ആണ് ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത്. ബാക്കിൽ 50 MB ആണ് വരിക. 15 MB 8 MB ആണ് ക്യാമറ പെർഫോമൻസ് വരിക. പിന്നെ ഉള്ളത് എന്താ പറയുക, ഫോണിൻ്റെ ഫ്രണ്ട് ലുക്ക്, അത് ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരിക. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെങ്കിലും നല്ല വിസിബിലിറ്റിയും നല്ല എന്താ പറയുക, നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം സപ്പോർട്ടാണ്. പിന്നെയുള്ളത് എന്താ പറയുക, ഫോണിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് അസാധ്യമാണ്. ഭയങ്കര ലുക്കാണ്. ഒരു പ്രീമിയം ഫോണായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, വേറെ നമുക്ക് ഒരുപാട് ഫോണുകൾ ഞാനിതിൽ നോക്കിയെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ തന്നെയാണ്. ഇതിന് മുകളിൽ വയ്ക്കാൻ വേറൊരു ഫോണില്ല എന്നാണ് എൻ്റെ ഒരു, ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും മൊത്തത്തിൽ സെർച്ച് ചെയ്തതാണ്, ആമസോണിലും സെർച്ച് ചെയ്തതാണ്. എന്നിട്ടാണ് ഞാൻ ഈ ഫോൺ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ ഇതിൽ ഗെയിം കളിക്കാനാണെങ്കിലും അത്യാവശ്യം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കളിച്ച് പഠിക്കാനും PUBG ആയാലും മറ്റു ഗെയിമുകളായാലും കളിച്ച് പഠിക്കാനൊക്കെ ഓക്കെ ആയിരിക്കും. ഫോണ് അധികം ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്. ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവർക്കും പുതിയതായിട്ട് ഗെയിം കളിച്ച് അല്ലെങ്കിൽ PUBG കളിച്ചൊക്കെ വരുന്ന നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അത്യാവശ്യം കളിച്ച് പഠിക്കാനൊക്കെ ഈ ഫോൺ ധാരാളമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പ്രൊഫഷണലായിട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ടെക്നീഷ്യനോ ഒന്നുമല്ല. സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഈ ഫോൺ ഓക്കെയാണ്. ഈ എമൗണ്ടിൽ, ഈ വിലയിൽ ഇതെനിക്ക് വർത്താണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇത്രയും ഈ 2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഫോൺ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൽ എന്തൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ വരട്ടെ. ഓക്കെ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെൻ്റെ ആദ്യ വ്ളോഗിങ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.